ഹായ്, ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന കാര്യം UAE നിൽക്കുന്ന ഒരു 98% ആൾക്കാർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും കേട്ടോ. ബാക്കി വരുന്ന 2%ഉം പ്ലസ് നാട്ടിൽ നിന്ന് പുതുതായിട്ട് കയറി വരുന്ന ആൾക്കാർക്കും വേണ്ടി മാത്രം ഇടുന്ന കേട്ടോ ഈ വീഡിയോ. സോ എനിക്ക് വന്ന ഒരു ഇൻസിഡൻ്റ് ആണ്. സീരിയസ്ലി പറഞ്ഞാൽ എനിക്കിതിനെപ്പറ്റി നല്ലതായിട്ട് അറിയാമായിരുന്നു. ഞാൻ ഓൾറെഡി കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ കോൾസ് വരുന്നത്, ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ ഒരു ടൈമിൽ അങ്ങനെ ചിന്തിക്കാനോ പിന്നെ ആലോചിക്കാനോ ഉള്ള ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു ഞാൻ നിന്നിരുന്നത്. അതുകൊണ്ടാട്ടോ എനിക്ക് ഇങ്ങനെ സംഭവിച്ചത്. പക്ഷേ എനിക്കത് സംഭവിച്ചു, സംഭവം അത് സംഭവിച്ചു. സോ വേറെ ആർക്കും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിത് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് സ്കാം കോൾസ്. ചിലപ്പോൾ അവർ ദുബായ് പോലീസാണെന്ന് പറഞ്ഞ് വിളിക്കും. എന്നിട്ട് കാർഡ് ഡീറ്റെയിൽസ് തരണം, നിങ്ങളുടെ എമിറേറ്റ്സ് ID കാർഡ് ഡീറ്റെയിൽസ് തരണം, ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയും. അപ്പം നമ്മൾ തരത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ ഷൗട്ട് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെയാണ് അങ്ങനെയാണ്, നിങ്ങൾക്ക് ഇത് വരും, കേസ് വരും, നിങ്ങൾ ജയിലിൽ പോവും, നിങ്ങൾ ക്യാഷ് കൊടുക്കേണ്ടി വരും, ഫൈൻ വരും, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയും. ദുബായ് പോലീസ് ഒരിക്കലും നമ്മളെ കോൾ ചെയ്യത്തില്ല. അവർ മോസ്റ്റ്ലി അവർ വീഡിയോ കോളാണ് ചെയ്യാറ്. അതായത് പോലീസ് വേഷത്തിലൊക്കെ വന്നിരുന്നിട്ട് നമ്മളോട് ചോദിക്കും. ഫസ്റ്റ് എമിറേറ്റ്സ് ID ഓക്കെ എന്ന് പറയും. ദെൻ കാർഡ് ഡീറ്റെയിൽസ് തരാൻ പറയും, ബാങ്കുമായിട്ടുള്ള അത് ഐഡൻറ്റിഫൈ ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണെന്ന് പറയും, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറയും. അത് ചോദിക്കും. പിന്നെ CVV ചോദിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മുടെ ബാങ്കിലെ പൈസ ഫുള്ള് അവരെടുക്കും. അപ്പം അങ്ങനെ ദുബായ് പോലീസാണെന്ന് പറഞ്ഞ് വിളിക്കുന്നവരുണ്ട്. അങ്ങനെ വിളിക്കുമ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത്രേ ഉള്ളൂ, ദുബായ് പോലീസ് ഒരിക്കലും വീഡിയോ കോളൊന്നും ചെയ്യത്തില്ല. ഇൻ കേസ് അവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവർ മെയിൽ അയക്കുമോ അല്ലെങ്കിൽ അവർ സ്ട്രെയിറ്റ് വരുമോ, അങ്ങനെ എന്തെങ്കിലുമേ ചെയ്യത്തുള്ളൂ. ഒരിക്കലും അവർ നമ്മളോട് വീഡിയോ കോൾ വിളിച്ചിട്ട് ഒരിക്കലും നമ്മളോട് ATMൻ്റെ ഡീറ്റെയിൽസ്, അതായത് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ്, കാർഡ് ഡീറ്റെയിൽസോ ഒന്നും ചോദിക്കത്തില്ല. പിന്നെ വരുന്നതാണ് നിങ്ങൾ വിൻ ചെയ്തു, നിങ്ങൾ ലോട്ടറി എടുത്തില്ലേ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഡ്രോ ഉണ്ടായിരുന്നു, നിങ്ങൾ അതിനകത്ത് വിൻ ചെയ്തു, നിങ്ങളുടെ നമ്പറാണ് വിൻ ചെയ്തത്, അപ്പം നിങ്ങൾ 10,000 ദിറംസ് പ്ലസ് ഒരു 17 Pro Max നിങ്ങൾ വിൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിളിക്കും. ഞാൻ അങ്ങനത്തെ ഒരു സ്കാമിലാണ് പെട്ടത്. ആക്ച്വലി ഈ ടൈപ്പ് സ്കാം കോൾസ് എൻ്റെ ഓഫീസിൽ കണ്ടിന്യൂസ്ലി വരാറുള്ളതാണ്. എനിക്ക് ഇതിനെപ്പറ്റി നല്ല നോളജ് ഉണ്ട്. പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ചിന്തിക്കാൻ പറ്റിയില്ല. എനിക്കിങ്ങനെയാണ് കോൾ വന്നത്, ഓക്കെ നിങ്ങൾക്ക് 10,000 ദിറംസ് പ്ലസ് 17 Pro Max ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്, ഫോൺ നിങ്ങൾക്ക് നൂണ് ഡെലിവറി ചെയ്ത് തരും, വിത്തൗട്ട് എനി ഡെലിവറി ഫീ നിങ്ങൾക്ക് ഡെലിവറി ചെയ്ത് തരും, ക്യാഷ് നിങ്ങൾ അബുദാബി വന്നിട്ട് ഞങ്ങളുടെ ഓഫീസിൽ വന്നിട്ട് കളക്ട് ചെയ്യണം, നിങ്ങൾക്ക് എപ്പോഴാണ് കളക്ട് ചെയ്യാൻ പറ്റുന്നത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഓഫീസുണ്ട്, സോ സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ഞാൻ അവൈലബിൾ ആവും. അപ്പോൾ അവർ പറഞ്ഞു അത്രയും ദിവസം ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഞങ്ങൾ വേറൊരു ഓപ്ഷൻസ് നിങ്ങൾക്ക് തരാം, കാർഡ് ടു കാർഡ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ക്യാഷ്. അപ്പം നിങ്ങൾ കാർഡ് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ബാങ്ക് ഡീറ്റെയിൽസ് ഒന്നുമില്ല, കാർഡ് ഡീറ്റെയിൽസ് മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു ഇനി എനിക്ക് അറിയത്തില്ലായിട്ടായിരിക്കും, ബിക്കോസ് ഓൾറെഡി അവർ അബുദാബി വരണമെന്ന് പറഞ്ഞല്ലോ, അങ്ങനെ സ്കാം ആണെന്നുണ്ടെങ്കിൽ അബുദാബിയിലോട്ട് വരണം എന്ന് പറയത്തില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം അവരെന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പം എന്നോട് ചോദിച്ചു നിങ്ങളുടെ കാർഡ് നമ്പർ ഇതല്ലേ എന്ന് ചോദിച്ചു. അതായത് ഫസ്റ്റ് 4 ഡിജിറ്റ് അവരെന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു ദൈവമേ ഇതെൻ്റെ സെയിം കാർഡ് ഡിജിറ്റാണല്ലോ, ഇവർക്ക് എങ്ങനെയത് മനസ്സിലായെന്ന് ഓർത്തു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്തു. ദെൻ അവർ CVV ചോദിച്ചു. അപ്പം ഞാൻ പിന്നെയും ഡൗട്ട് അടിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ CVV ആണ് ചോദിക്കുന്നത്, പിന്നല്ലല്ലോ ചോദിക്കുന്നത്, പിന്നെ എന്തിനാണ് ബുദ്ധിമുട്ടുന്നത്, എന്തിനാണ് ടെൻഷൻ ആവുന്നത്, നിങ്ങൾ CVV പറഞ്ഞു തന്നാൽ മതി, പിന്നെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ CVV പറഞ്ഞു കൊടുക്കുന്നു, അറ്റ് ദി സെയിം മൊമെൻറ്റിൽ എനിക്കൊരു വാട്സപ്പ് കോഡ് വരുന്നു, ഞാൻ ആ നമ്പർ പറഞ്ഞു കൊടുത്തു. ഇതിന് മുന്നേ എന്നോട് അവർ ബാലൻസും കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ആ ഫുൾ ബാലൻസ് അപ്പം തന്നെ കട്ടായിപ്പോയി. സോ നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ, നമ്മളിപ്പോൾ ഒരു ബാങ്കിനെയാണെങ്കിലും നമ്മളിത് റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പം അവർ നമ്മളോട് ചോദിക്കും എന്തിനാണ് നിങ്ങൾ OTP പറഞ്ഞു കൊടുത്തത്. നമ്മൾ ഒരിക്കലും ആരോടും OTP പറഞ്ഞു കൊടുക്കരുത്. ഈ OTP വരുമ്പോൾ തന്നെ അതിൻ്റെ താഴെയുണ്ട് നിങ്ങൾ ഇതാർക്കും പറഞ്ഞു കൊടുക്കരുതെന്നുള്ളത്. എന്നിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്താൽ നമ്മൾ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മളെ വഴക്ക് പറയും, എന്നിട്ടാണ് അവർ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരത്തുള്ളൂ. സോ അപ്പം ഞാൻ എന്ത് ചെയ്തു, ഓക്കെ ഈ പ്രശ്നം ഇതുകൊണ്ട് കഴിഞ്ഞു, എൻ്റെ കയ്യിൽ നിന്ന് ഒരു തെറ്റ് പറ്റിപ്പോയി, ക്യാഷ് പോയി, ഇനിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം പിന്നെ ഞാനത് ഇതാക്കില്ല കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഫോൺ നമ്പർ ഞാൻ വാട്സപ്പ് ഇതുവരെ ലോഗിൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഒരാവശ്യം വന്ന് ഞാൻ ഇന്നലെ ലോഗിൻ ചെയ്യാൻ നോക്കിയപ്പം അതിനകത്തൊരു നോട്ടിഫിക്കേഷനായിട്ട് വന്നു, ഈ ഒരു വാട്സപ്പ് നമ്പർ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ഒരു SMS കോഡ് വരും, വാട്സപ്പിലോട്ട് പോകും.
അപ്പം നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ചെയ്യാൻ പറ്റുമെന്ന് പറയും. കാരണം വാട്സപ്പ് എൻ്റെ കയ്യിലല്ലല്ലോ. പിന്നെ അത് ഫോർ ഗുഡ്, അതായത് ഇത് ഡിഡൻ റിസീവ് എനി കോഡെന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ അതോടെ 2 ഫാക്ടർ വെരിഫിക്കേഷൻ അവർ തന്നെ ഓൺ ചെയ്തേക്കുവാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, പിന്ന് കൊടുക്കണം. പിന്നെ നമുക്കറിയത്തില്ല. ഫോർഗോട്ട് പിന്നെ അടിക്കുമ്പം സെൻഡ് ഇമെയിൽ എന്ന് പറഞ്ഞാൽ വരുന്നത്. സെൻഡ് ഇമെയിലോട്ട് കൊടുത്തു കഴിയുമ്പം അവരുടെ ഇമെയിലോട്ടാണ് പോകുന്നത്. പിന്നെ വരുന്നത് കോൺടാക്ട് സപ്പോർട്ടാണ്. അപ്പം നോ യൂസ്. പിന്നെ അതെൻ്റെ ഡൂവിൻ്റെ സിം ആയിരുന്നു. പിന്നെ ഞാൻ ഡൂ സെൻറ്ററിൽ പോയി ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് വാട്സപ്പ് റിട്രീവ് ചെയ്യാൻ അവരുടെ കയ്യിൽ ഒരു ഓപ്ഷനും ഇല്ല, 2 പ്ലാറ്റ്ഫോംസ് അല്ലേ. അപ്പോൾ അവർ പറഞ്ഞു നല്ലത് ബെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സിമ്മ് ക്ലോസ് ചെയ്യാം, ഡീആക്ടിവേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആ സിമ്മ് ഡീആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇത് അടുത്ത ഒരു സിറ്റുവേഷൻ. രണ്ടാമത്തെ സിറ്റുവേഷൻ ഇനിയും ഉണ്ട് സിറ്റുവേഷൻസ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് ഈ ഫുഡിൻ്റെ KFC, തലാബത്ത് പോലത്തെയുള്ള ഓരോ സൈറ്റിൽ നിന്ന് നമുക്ക് ഫേക്കായിട്ട് ഇത്ര % ഓഫ് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞു കാണിക്കും. ആ ലിങ്കിൽ പിടിച്ച് ഞെക്കിക്കഴിഞ്ഞാൽ അപ്പോഴും ഒരു OTP. അപ്പം അല്ല, ആ ലിങ്കിൽ പിടിച്ച് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം ഏതാണ്, ചിക്കൻ മീലാണോ അല്ലെങ്കിൽ അതാണോ ഇതാണോ എന്നുള്ള രീതിയിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഫൈനലി പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് വരും, നമ്മൾ കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കും, അപ്പോഴും ഒരു OTP വരും. ആ OTP നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ ബാങ്ക് ബാലൻസ് ഹോൾഡ് എന്ന് പറഞ്ഞ് കാണിക്കും. പിന്നെ ഡേ ബൈ ഡേ ആ ഫുൾ എമൗണ്ട് അവരെടുക്കും. ഇതാണ് ഇനി എനിക്കറിയാത്ത ടെക്നിക്സും കാണുമായിരിക്കും കേട്ടോ. പക്ഷേ ഇതുപോലെയുള്ള സ്കാമേഴ്സിനെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇവിടെ വരുമ്പോൾ നമുക്ക് മെയിനായിട്ടും പറ്റുന്ന ഒരു അബദ്ധമാണിത്. OTP ഒരിക്കലും ആർക്കും പറഞ്ഞു കൊടുക്കരുത്. എന്നെപ്പോലെ ഒരിക്കലും ആരും മന്ദബുദ്ധി ആവരുത്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. കോൾസ് വരുമ്പോഴാണെങ്കിൽ ഇപ്പം കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾ അടുത്തിരിക്കുന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കാം. OTP ഒരിക്കലും പറഞ്ഞു കൊടുക്കരുത് എന്നെപ്പോലെ. ഓക്കെ, ബൈ.